മുകുന്ദന്റെ നോവലുകൾ വായിച്ചറിഞ്ഞ മയ്യഴിപ്പുഴയും മയ്യഴി എന്ന ഗ്രാമവും മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. ഇതേ സ്ഥലത്തിനെ കേന്ദ്രീകരിച്ച് മുകുന്ദൻ എഴുതിയ മറ്റു കഥകളാണ് കുട നന്നാക്കുന്ന ജോയി, നൃത്തം ചെയ്യുന്ന കുടകൾ, ദൈവത്തിന്റെ വികൃതികൾ. മയ്യഴിയുടെ മണ്ണിൽ നിന്ന് രൂപം കൊണ്ട എത്രയെത്ര കഥാപാത്രങ്ങൾ. ദാസനും ലെസ്ലി സായിബും കുറുമ്പിയും മാധവനും കുഞ്ഞനന്ദൻ മാസ്റ്ററും ചോയിയും കുമാരനുമൊക്കെ ഈ കഥകളിലൂടെ നമ്മുടെ ആരൊക്കെയോ ആയി മാറും. തെരേസ പള്ളിയും പോസ്റ്റ് ഓഫീസും അമ്പലവും ഒക്കെയുള്ള മയ്യഴി ഇന്ന് മാഹിയാണ്. കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിലുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമായി നിലകൊള്ളുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് രാജ് നിലനിൽക്കുമ്പോഴും മയ്യഴി ഒരു ഫ്രഞ്ച് കോളനിയായി തുടർന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി വീണ്ടും ഒരു 7 വർഷത്തിനു ശേഷം 1954 ഫ്രഞ്ച് ഭരണത്തിൽ നിന്നും മാഹി വിടുതൽ പ്രാപിക്കുന്നത്. 2 നൂറ്റാണ്ട് നീണ്ട ഫ്രഞ്ച് വാഴ്ച മാഹിയുടെ ജീവിതശൈലിയെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പുതുച്ചേരിയുടെ ഭാഗമാണ് ഇന്ന് മാഹി. എങ്കിലും മനസ്സുകൊണ്ട് മാഹി ഇന്നും മലയാളത്തിന്റെ സ്വന്തം തന്നെ. തലശ്ശേരിയിൽ നിന്ന് വരുമ്പോൾ മയ്യഴി പാലം കടന്ന് നമ്മൾ മാഹിയിലേക്ക് എത്തും. മാഹി ഇന്നൊരു ചെറിയ ടൗൺ ആണ്. പുസ്തകങ്ങളിൽ കണ്ട മയ്യഴിക്ക് ഇന്നത്തെ മാഹിയുമായി ഒരു വിദൂര സാമ്യമാണ്. പോർച്ചുഗീസ് കാലത്തിന്റെ അവശേഷിപ്പുകൾ അങ്ങിങ്ങായി കാണാം. മയ്യഴിപ്പുഴ ഇന്നും ഈ ചെറിയ പട്ടണത്തിന്റെ മാറിലൂടെ ഒഴുകുന്നു. 2 വശങ്ങളിലും നടപ്പാതയും കൈവരിയും വൈദ്യുത വിളക്കുകളും സ്ഥാപിച്ചിട്ടുണ്ട്. മാഹി റിവർ വോക്ക്വേ എന്നാണ് അറിയപ്പെടുന്നത്. പുഴയുടെ തീരത്ത് കൂടെയുള്ള ഈ നടപ്പ് ഒരു സുഖമുള്ള അനുഭവമാണ്. മയ്യഴിയുടെ കാഴ്ചകളിൽ പ്രധാനം ഈ നടപ്പ് തന്നെ. നടന്ന് അറ്റം ചെന്നാൽ അഴിമുഖമെത്തും. ഇവിടെയാണ് മയ്യഴിപ്പുഴ അറബിക്കടലിൽ സംഗമിക്കുന്നത്. മാഹി ഫിഷിംഗ് ഹാർബറിൽ നിന്നുള്ള സൺസെറ്റ് വ്യൂസ് അതിമനോഹരമാണ്. ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് സെന്റ് തെരേസാസ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ദാസന്റെ കുട്ടിക്കാലത്ത് കുറുമ്പിയമ്മ അവന് പറഞ്ഞു കൊടുത്ത നിരവധി ഐതിഹ്യങ്ങളിൽ ഒന്നാണ് മയ്യഴി മാതാവിന്റെ ഉൽപ്പത്തി കഥ. അറബിക്കടലിന്റെ അനന്തമായ പരപ്പിൽ വെള്ളിയാങ്കല്ലിന്റെ നിഴലിലൂടെ ഒരു കപ്പൽ സഞ്ചരിക്കുകയായിരുന്നു. മയ്യഴിയുടെ മുന്നിലെത്തിയപ്പോൾ നങ്കൂരം വീണതുപോലെ കപ്പൽ പെട്ടെന്ന്. എവിടെയോ ഒരു തടസ്സവും കാണാനില്ല. കപ്പിത്താന്മാരും മറ്റു നാവികന്മാരും അമ്പരന്നു. 3 രാവും പകലും കടന്നുപോയി. കപ്പൽ അനങ്ങിയില്ല. നാവികർ ആകാശത്തിലേക്ക് ഉയർത്തിയ കണ്ണുകളോടെ മുട്ടുകാലിൽ വീണ് പ്രാർത്ഥിച്ചു, എന്നെ മയ്യഴിയിൽ കുടിയിരുത്തുക. കപ്പിത്താൻ ഒരു അശരീരി കേട്ടു. കപ്പലിൽ വിശുദ്ധ കന്യാമറിയാമിന്റെ ഒരു വിഗ്രഹമുണ്ടായിരുന്നു. വിഗ്രഹത്തിൽ നിന്നാണ് സ്വരം. കപ്പിത്താൻ വിശുദ്ധ കൽപ്പന അനുസരിച്ചു. അയാൾ വിഗ്രഹവുമായി കരയിൽ വന്ന് ഒരു വിജന സ്ഥലത്ത് വിഗ്രഹം സ്ഥാപിച്ചു. കപ്പൽ ഇളകി. കപ്പിത്താൻ മാതാവിന്റെ പ്രതിമ വെച്ചിടത്താണ് നമ്മുടെ ഇപ്പോഴത്തെ പള്ളി. ഇതാണ് മാഹിയിലെ ശ്രീ പുത്തലം ഭഗവതി ക്ഷേത്രം. മുകുന്ദന്റെ നോവലുകളിലെ ഒരു സുപ്രധാന പശ്ചാത്തലമാണ് ഈ അമ്പലം. എല്ലാ വർഷവും നടക്കുന്ന തിറയാട്ടം കാണാൻ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുണ്ട്. ഗുളികൻ തിറയാണ് പുത്തല അമ്പലത്തിലെ പ്രധാന ആകർഷണം. ഇന്ന് മാഹിയിലെ മറ്റൊരു കാഴ്ചയാണ് എം മുകുന്ദൻ പാർക്ക്. 2022 മെയ് ദിനത്തിലാണ് ഈ പാർക്ക് തുറന്നു പ്രവർത്തനം ആരംഭിച്ചത്. മയ്യഴിയിൽ നിന്ന് ഇന്നത്തെ മാഹിയിലേക്കുള്ള ഈ നാടിന്റെ യാത്ര ഇവിടെ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തീവണ്ടി മാർഗം നമുക്ക് മാഹിയിലെത്താം. മാഹി റെയിൽവേ സ്റ്റേഷനിലെ സൈൻ ബോർഡിൽ മയ്യഴി എന്ന പേര് നമുക്ക് ഇപ്പോഴും കാണാം. പല പ്രൈസ് റേഞ്ചിലുള്ള അക്കോമഡേഷൻസും മാഹിയിൽ അവൈലബിൾ ആണ്. മാഹിയിലെ ഒരു മികച്ച ഹോട്ടലാണ് വില്ലാടി 1945. അതുപോലെ തന്നെ മാഹിക്ക് സമീപം ബടകരയിലും നല്ല ഹോം സ്റ്റേസ് അവൈലബിൾ ആണ്.
ചുവന്ന തൊപ്പിക്കാരായ പുതുച്ചേരി പോലീസുകാർ മാഹിയിലെ ഒരു കൗതുക കാഴ്ചയാണ്. അലസന്മാരായ പോലീസുകാരെ കുറിച്ച് മുകുന്ദന്റെ നോവലിൽ പരാമർശിക്കുന്നു. പക്ഷെ ഇന്നത്തെ മാഹിയിൽ ഈ ചുവന്ന തൊപ്പിക്കാർക്ക് പിടിപ്പത് പണിയുണ്ട്. മാഹിയിൽ നുരഞ്ഞൊഴുകുന്ന മദ്യം തന്നെ പ്രധാന പ്രശ്നം. കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് ഇവിടെ മദ്യത്തിന്റെ ടാക്സ് വളരെ തുച്ഛമാണ്. കുടിച്ചു കൂത്താടാനാണ് മിക്കവരും ഇവിടെ എത്തുന്നത്. ടൗണിൽ നിരനിരയായി വൈൻ ഷോപ്പുകൾ കാണാം. കണ്ണടച്ച് നടന്നാലും ഏതെങ്കിലും വൈൻ ഷോപ്പിന്റെ മുന്നിൽ ചെന്ന് നിൽക്കും. നമ്മുടെ ഹോട്ടൽ മാനേജർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. രാവിലെ വളരെ എക്സിക്യൂട്ടീവായി ടൈ ഒക്കെ കെട്ടി വരുന്ന ഗസ്റ്റുകൾ എല്ലാം രാത്രിയായി കഴിഞ്ഞാൽ ടൈ തലയിൽ കെട്ടി അഴിഞ്ഞാട്ടമാണ് പോലും. അതുകൊണ്ട് തന്നെ നൈറ്റ് സീൻ ഒരല്പം പരിതാപകരമാണ്. മയ്യഴിയുടെ നൊസ്റ്റാൾജിയായി വരുന്നതെങ്കിൽ ഒരു പുസ്തകമൊക്കെ വായിച്ച് പുഴയുടെ സൈഡിൽ ഇരിക്കുന്നതാവും നല്ലത്. മയ്യഴിയിൽ വിരിഞ്ഞ കഥകൾ കേട്ടിട്ടുള്ളവർക്ക് മാഹി എന്നും ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. വെള്ളിയാങ്കല്ലിലേക്ക് തുമ്പികളായി പറന്നുപോയ മയ്യഴിയിലെ ആത്മാവുകളെ തേടിയുള്ള ഒരു യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും.